ഹായ് ഓൾ, എല്ലാവർക്കും റീഡോ ലൈഫിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു മാസത്തോളമായി കണ്ടിട്ടല്ലേ. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് സ്റ്റഡി അബ്രോഡ് സീരീസുമായിട്ടാണ്. സ്റ്റഡി അബ്രോഡ് സീരീസ് എന്ന് പറയുമ്പോഴത്തേക്കും സെപ്റ്റംബർ ഇൻടേക്കൊക്കെ ആകാറായി. എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പിലും കാര്യങ്ങളിലും ഒക്കെ ആണെന്ന് തോന്നുന്നു അല്ലേ. IELTS പ്രാക്ടീസ്, പരീക്ഷ, പിന്നെ അതുപോലെ തന്നെ സ്റ്റഡി അബ്രോഡ് ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള തിരക്കിലോട്ട് എല്ലാവരും എത്തി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആകുന്ന കുറച്ച് ടിപ്സ്, പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെ രാജ്യങ്ങളാണ് നല്ലത്, ഏതൊക്കെയാണ് അവിടുത്തെ കരിയർ ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു സീരീസാണ് സ്റ്റഡി അബ്രോഡ് സീരീസ് 2025 എന്ന് പറയുന്നത്. അപ്പം ഇന്ന് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്ന രാജ്യം അയർലൻഡാണ്. അയർലൻഡ് കഴിഞ്ഞ വർഷം തൊട്ട് തന്നെ ബൂമിംഗ് ആണ്. എന്നാൽ ഇത്തവണ കുറച്ചും കൂടെ ആൾക്കാർ പോകാൻ താല്പര്യപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് അയർലൻഡ് വരുന്നത്. അയർലൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയർലൻഡ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭാഷ ഒരു പ്രശ്നമേ അല്ല. നമുക്ക് വളരെ, പ്രത്യേകിച്ച് മലയാളികൾക്ക് വളരെ കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ് അയർലൻഡ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ അയർലൻഡിൽ ഏറ്റവും കരിയർ സാധ്യതയുള്ള മേഖല എന്ന് പറയുന്നത് IT-യും ഫാർമ ഇൻഡസ്ട്രിയുമാണ്. IT പറയുമ്പോഴത്തേക്കും അയർലൻഡിനെ വിളിക്കുന്നത് സിലിക്കൺ വാലി ഓഫ് യൂറോപ്പ് എന്നാണ്. ഒരു IT റിലേറ്റഡ് കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അയർലൻഡിൽ അത്യാവശ്യം നല്ല കരിയർ സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ഒരു ട്യൂഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് യൂറോയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 30,000 to 45,000 പെർ ഇയർ ആണ് യൂറോ വരുന്നത്. അപ്പം ഈ ഒരു സ്റ്റഡി അബ്രോഡിൽ വരുമ്പോഴത്തേക്കും എല്ലാവരുടെയും ഒരു വലിയൊരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോണൊക്കെ ഒപ്പിക്കുന്ന കാര്യമാണ് അല്ലേ. ലോണ് ഒരു തലവേദന തന്നെയാണ് പലപ്പോഴും ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു GD കണക്ട് എന്ന് പറഞ്ഞൊരു കമ്പനി പരിചയപ്പെടുത്തുന്നുണ്ട്. GD കണക്ട് വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റിൽ കുട്ടികൾക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നൊരു കമ്പനിയാണ്. നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ വളരെ വേഗം തന്നെ അവർ ലോണും കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്തു തരും. അവർക്ക് അയർലൻഡിലും സ്റ്റഡി അബ്രോഡ് സർവീസുകളുണ്ട്. അതുപോലെ തന്നെ അവരുടെ വളരെ മികച്ചൊരു ഫ്രീ സർവീസാണ് അലൂമിനീസുമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുക. നമ്മൾ ഏതൊരു രാജ്യത്ത് പോകുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ അലൂമിനീസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു സേവനം അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ഇപ്പോൾ GD കണക്റ്റിൻ്റെ വെബ്സൈറ്റ് ലിങ്കും യൂട്യൂബ് ലിങ്കും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ അതിൽ കയറിയിട്ട് നോക്കുക. നിങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പം അയർലൻഡിൽ വരുമ്പോഴത്തേക്കും അയർലൻഡിൽ IT മേഖലയിൽ ഏറ്റവും കൂടുതൽ കരിയർ സാധ്യത ഉള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അവിടെ ക്രിട്ടിക്കൽ ജോബ് കാറ്റഗറിയിൽ പെടുന്ന ഒന്നായിരുന്നു. ഇപ്പോഴും ക്രിട്ടിക്കൽ ജോബ് കാറ്റഗറിയാണ്. SEO പോലുള്ള കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാർക്ക് നല്ല ജോലി സാധ്യത അവിടെയുണ്ട്. പക്ഷെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് അത്യാവശ്യം നല്ലപോലെ പരിശ്രമിക്കണം. എന്നാലും അവിടെ ജോബ് നല്ലപോലെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത്യാവശ്യം അറിയാവുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെയും ഒരു MSc ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാമെങ്കിൽ പിന്നീട് നമ്മളത് അപ്സ്കിൽ ചെയ്യുകയാണ് നല്ലത്. പിന്നെയും ബേസിക് തൊട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MSc ഡേറ്റ സയൻസ് പോലുള്ള കോഴ്സുകൾ എടുത്താൽ അത് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും. MSc ഡേറ്റ സയൻസ് അല്ലെങ്കിൽ MSc സൈബർ സെക്യൂരിറ്റി, അത്തരം കോഴ്സുകൾ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗുണപ്രദമാകുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കൂടെ ഇതും കൂടെ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ജോബ് പ്രൊഫൈല് കുറച്ചും കൂടെ ഹൈ ആകും. അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇവിടെ നമ്മളുടെ പ്രധാനപ്പെട്ട IT ഭീമന്മാരുടെ എല്ലാവരുടെയും ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. ഗൂഗിള്, മെറ്റ, ആമസോൺ, അങ്ങനെയുള്ള ഒട്ടുമിക്ക IT ഭീമന്മാരുടെയും ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് അയർലൻഡിലാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇത്രയധികം സാധ്യതകളുള്ളത്. പിന്നെ ഇവർ മാസ്റ്റേഴ്സിന് 2 വർഷമാണ് ഇവരുടെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എന്ന് പറയുന്നത്. ഈ 2 വർഷം കൊണ്ട് ജോലി കിട്ടി, ജോലിയിൽ കയറി സെറ്റിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ PR പാത്ത് വേയും കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. ഇപ്പം നമുക്ക് UK കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അയർലൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് ആയിട്ട് മാറുന്നുണ്ട്. പ്രത്യേകിച്ചും അതിൻ്റെ ഭാഷ ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടില്ല. മലയാളികൾക്ക് തീരെയും ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലമായിരിക്കും. അതേപോലെ കാണാൻ നല്ല ഭംഗിയാണ് അയർലൻഡ്.
കുറച്ച് സമാധാനപരമായിട്ടുള്ള ലൈഫൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും നല്ലൊരു ചോയ്സ് ആയിരിക്കും അയർലൻഡ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. ട്രിനിറ്റി യൂണിവേഴ്സിറ്റി, പിന്നെ ഡബ്ലിൻ യൂണിവേഴ്സിറ്റി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റികളും അയർലൻഡിൽ ഉണ്ട്. അപ്പം അയർലൻഡ് എന്ന് പറയുന്നത് പിന്നെ ഈ പറയുന്ന ജോബ് നോക്കുന്ന അല്ലെങ്കിൽ IT റിലേറ്റഡ് പിന്നെ ജോബ് നോക്കുന്ന ആൾക്കാർക്ക് നല്ലതാണ്. ഏതാനും ചില യൂണിവേഴ്സിറ്റികളുടെ പേര് കൂടി ഞാൻ പറഞ്ഞുതരാം. ട്രിനിറ്റി കോളേജ് ഡബ്ലിൻ, യൂണിവേഴ്സിറ്റി കോളേജ് ഡബ്ലിൻ, ഡബ്ലിൻ സിറ്റി യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ഗാൽവേ, യൂണിവേഴ്സിറ്റി കോളേജ് കോർക്ക്, UCC എന്ന് പറയും. UCCയിൽ MSc ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സൊക്കെ ഉണ്ട്. അപ്പം അത് നല്ല കോഴ്സാണ്. ഞാൻ അവിടെ MSc ഡിജിറ്റൽ മാർക്കറ്റിംഗ് നോക്കിയതായിരുന്നു. പക്ഷേ അയർലൻഡിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് സ്പൗസിനെയും കുട്ടിയൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മൾ കോഴ്സ് കഴിഞ്ഞ് ജോലി കയറി PR എത്തിക്കഴിഞ്ഞ ശേഷമൊക്കെ മാത്രമേ നമുക്ക് കുട്ടിയെയും ഒക്കെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അയർലൻഡ് നോക്കാതിരുന്നത്. അതല്ല, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി PR പാത്വേ ഈസിയാണ്. ഈസി ഇൻ ദ സെൻസ് മറ്റുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ PR പ്രോസസ്സ് കുറച്ചും കൂടി ഈസിയാണ്. പിന്നെ അതുപോലെ തന്നെ IT റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സും നല്ലപോലെ ബൂമിങ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അയർലൻഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സ്റ്റഡി അബ്രോഡ് സീരീസിലെ ഫസ്റ്റ് രാജ്യം അയർലൻഡ് ആയിരുന്നു. ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകളും അറിയിക്കാം. നിങ്ങൾക്ക് ഇനി ഏത് രാജ്യത്തെക്കുറിച്ചാണ് അറിയാൻ താല്പര്യമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ രാജ്യത്തെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ ബൈ.